ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലെന്തെങ്കിലും. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അഭിന്നക ഗുണനം എന്ന പാഠഭാഗത്തിലെ ഡിവിഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, 2 into 3 equals 6. എല്ലാവർക്കും അറിയാം 2 into 3 equals 6. We get 2 quotients from this. 2 quotients നമുക്ക് കിട്ടുന്നതായിരിക്കും. എങ്ങനെയാ quotients എന്ന്? 6 divided by 2 equals 3. 6 divided by 3 equals 2. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന ഹരണഫലവും 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന ഹരണഫലവും കിട്ടും. ഇതുപോലെ നമ്മൾ റൂട്ട് എടുക്കുകയാണെങ്കിൽ √2 into √3 ഈക്വൽസ് √6. ഇവിടെയും നമുക്ക് 2 കോഷ്യന്റ് കിട്ടും. എന്തൊക്കെയാണ് കോഷ്യന്റ്? √6നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് √3 കിട്ടും. √6നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് √2 കിട്ടും. √6 divided by √2 equals √3 equals √2. അപ്പൊ നമുക്ക് ഓക്കെ, ഇത് 2 സംഖ്യകളുടെ പ്രോഡക്റ്റ്, അതിന്റെ ഫലം ഗുണിച്ചതിന്റെ ഫലം, 2 സംഖ്യകൾ ഗുണിച്ചതിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം? ഹരണത്തിന്റെ രൂപത്തിൽ എഴുതാം. ഗുണനത്തിന് നമുക്ക് ഹരണത്തിന്റെ രൂപത്തിൽ എഴുതാൻ കഴിയും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. 5 into 4 is 20. 5ഉം 4ഉം കൂടെ ഗുണിച്ചപ്പോൾ 20. 20നെ 4 കൊണ്ട് ഭാഗിച്ചാലോ നമുക്ക് എന്ത് കിട്ടും? ഹരണഫലം 5 കിട്ടും. ഇനി 20നെ 5 കൊണ്ട് ഭാഗിച്ചാലോ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിവിഷന്റെ ഫോമിൽ എഴുതിയിരിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷന്റെ രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. എക്സും വൈ എടുക്കാം. ഈ സംഖ്യകൾക്ക് പകരം എക്സും വൈ എടുക്കാം. എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഇസഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കോഷ്യന്റെ രൂപത്തിൽ എഴുതാൻ കഴിയും. ഇസഡിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? വൈ കിട്ടും. ഇസഡിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇസഡിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് കിട്ടും. ഇതുപോലെ നമുക്ക് ഫോർ എനി 2 പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ദ പ്രോഡക്റ്റ് ഓഫ് √x into √y is equal to പ്രോഡക്റ്റ് ഓഫ് √x into √y is equal to √z ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? √z divided by √x is equal to √y എന്നും √z divided by √y is equal to √x എന്നും എഴുതാൻ കഴിയും. മനസ്സിലായോ? അതായത് ഫോർ എനി 2 പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ദ പ്രോഡക്റ്റ് √x into √y is equal to √z. അങ്ങനെയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോഷ്യൻസ്. ഹരണഫലത്തിന്റെ രൂപത്തിൽ എഴുതാം, ഡിവിഷന്റെ ഫോമിൽ എഴുതാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹരണഫലവും ശിഷ്ടമൊക്കെ വരിക. അപ്പം ഇവിടെ ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്. അങ്ങനെയെങ്കിൽ √z-നെ √x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y, ഇതിനെയാണ് ഹരിക്കേണ്ടത് കേട്ടോ, അല്ല ഇതിനെ രണ്ടിനെയും അല്ല. √z divided by √x equals √y. √z divided by √y equals √x. ഇത് നമുക്ക് അനുസരിച്ചുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നേരത്തെ ചെയ്തതിന്റെ വേറെ രീതിയിൽ 6 divided by 2 3 ആണെന്ന് നമുക്കറിയാം അല്ലേ? 6 divided by 3 ആണെങ്കിൽ എത്ര? 2 ആണ്. ഇനി ഇത് റൂട്ട് ആണെങ്കിലോ, √6/2 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? ആൻസർ √3 എന്ന് കിട്ടും. √6/3 ആണെങ്കിൽ ആൻസർ എന്താ കിട്ടും? √2 എന്ന് കിട്ടും. ഇതിന് നമുക്ക് രണ്ടായിട്ട് ന്യൂമറേറ്ററിനെ വേറെ, ഡിനോമിനേറ്റർ വേറെ ആയിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോഴും നമ്മുടെ ആൻസർ ഇത് തന്നെയായിരിക്കും, √6 divided by √2. അപ്പോഴും എത്രയായിരിക്കും ആൻസർ? √3 തന്നെയായിരിക്കും. അതുപോലെ ഇവിടെ നമുക്ക് എഴുതാം √6 divided by √3 is equal to √2. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √6 കിട്ടുന്ന, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √6 കിട്ടുന്നത്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർ എനി 2 നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ,
റൂട്ട് ഓഫ് എക്സ് ബൈ വൈ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് റൂട്ട് ഓഫ് എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി മറ്റൊരു രീതി കൂടെ നമുക്ക് ഇവിടെ പറയാം. മറ്റൊരു എക്സാമ്പിൾ 1/√3. റൂട്ട് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ റൂട്ടായിട്ട് എഴുതിക്കൂടെ ഹോൾ റൂട്ട് ഓഫ് 1/3. ഹോൾ റൂട്ട് ഓഫ് 1/3 ആണ് റൂട്ട് 1/√3. റൂട്ട് 1 എത്ര? 1. അപ്പൊ റൂട്ട് 1/√3 നമുക്ക് എന്താ എഴുതാം? ഹോൾ റൂട്ട് ഓഫ് 1/3. ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3/9. റൂട്ട് ഓഫ് 3/9. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ന്യൂമറേറ്റർ വേറെ ഡിനോമിനേറ്റർ വേറെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 9. അപ്പോൾ റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 9. റൂട്ട് 3 ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതാം അല്ലേ? റൂട്ട് 9 ഈസ് 3. റൂട്ട് 3 ബൈ 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടിയിൽ കൂടി എത്തിച്ചേരാൻ കഴിയും. ഫോർ എനി പോസിറ്റീവ് നമ്പർ എക്സ് 1/√x ഈക്വൽസ് റൂട്ട് ഓഫ് 1/x ഈക്വൽ ടു മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? റൂട്ട് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽസ് റൂട്ട് എക്സ്. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും. ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് 1/√x. ഇത് ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി അനുസരിച്ചുള്ള പ്രോബ്ലംസ് ആണ്. നേരത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചു. എന്താണ്? കോഷ്യന്റ് ആയിട്ട് എഴുതുന്ന ഒരു രൂപം നമ്മൾ പഠിച്ചു. പേജ് 91 ഒന്നാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് √2 + √1 ഇൻറ്റു √2 - 1 ഈക്വൽസ് 1. യൂസിങ് ദിസ്, ഇത് ഉപയോഗിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാൻ. കമ്പ്യൂട്ട് 1/√2 - 1 അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. ഇത് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ എഴുതാം. ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ടു പ്രൂവ് ദാറ്റ് √2 + 1 ഇൻറ്റു √2 - 1 ഈക്വൽസ് 1 എന്ന് പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം √2 + 1 ഇൻറ്റു √2 - 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാം. അതിന് നമുക്ക് ഐഡന്റിറ്റി, നമ്മൾ പഠിച്ച ഐഡന്റിറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പിന്നെ അല്ലാതെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിൽ പഠിച്ചത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈക്വൽസ് എക്സ് ഇൻറ്റു യു എക്സ് യു, എക്സ് ഇൻറ്റു മൈനസ് വി മൈനസ് എക്സ് വി പ്ലസ് വൈ ഇൻറ്റു യു വൈ യു പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വൈ ഇൻറ്റു വി. ഈ രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. √2 + 1 ഇൻറ്റു √2 - 1 is equal to √2 into √2 plus into minus ഇതാണ് √2 into -1, അതായത് -√2 എന്ന് കിട്ടും. √2 into -1, ആ -1 ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് 1 into √2 ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് 1 ഇൻറ്റു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? √2 into √2 എത്ര? √4 that is 2 minus √2 1 into √2 plus √2 minus 1 into 1 minus 1 plus √2 minus √2 cancel ആവും.
2 minus 1 equal to 1. അപ്പം ആദ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് നമുക്ക് എന്താ കിട്ടി? √2 plus 1 into √2 minus 1 equals 1 എന്ന് നമുക്ക് കിട്ടി. ആദ്യത്തെ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. എന്താണ്? √2 plus 1 into √2 minus 1 equals 1 എന്ന് കിട്ടി. equals 1. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ. നോക്കിയേ, √2 plus 1 into √2 minus 1 is equal to 1 എന്ന് കിട്ടിയല്ലേ? ഇവിടെ നോക്കിക്കേ, 1 by √2 minus 1. ഇത് ഇറാഷണൽ നമ്പർ ആണല്ലേ? ഇറാഷണലും റാഷണലും ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, √2 plus 1 into √2 minus 1 is equal to 1. അപ്പൊ 1നെ √2 minus 1 ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? √2 into √3 is equal to √6. √6 by √2 is equal to √3 എന്ന് പറയത്തില്ലേ? അതുപോലെ ഇതിനെ √2 minus 1 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? √2 plus 1 ഡിവൈഡ് ചെയ്യാം. മൾട്ടിപ്ലൈങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √2 plus 1. √2 plus 1 by √2 plus 1. Okay. Minus plus 1. മൈനസ് √2 minus 1 into √2 plus 1 ആണ് 1 വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയ പ്ലസ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ഐഡന്റിറ്റി കിട്ടും. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം. 1 into √2 plus 1 is √2 plus 1. ഇവിടെ √2 minus 1 into √2 plus 1 equals √2 plus 1 by ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 എന്ന്. ഇവിടെ 1 എന്ന് എഴുതാം. ഇനി √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 plus 1 by 1. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.414 എന്ന് കിട്ടും. കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പൊ നമുക്ക് 2 ഡെസിമൽ പ്ലേസസ് എഴുതുമ്പോൾ 2.41 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ 5 ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് 2.42 എന്ന് എഴുതാമായിരുന്നു. ഇപ്പോൾ 4 ആയതുകൊണ്ട് നമുക്ക് 2.41 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ പാർട്ടില് കമ്പ്യൂട്ട് 1 by √2 plus 1 ആണ്. up to 2 ഡെസിമൽ പ്ലേസസ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 1 by √2 plus 1 ആണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? √2 plus 1 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? √2 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √2 minus 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 into √2 minus 1 is √2 minus 1 by √2 plus 1 into √2 minus 1 equals √2 minus 1 by ഇതിന്റെ പ്രോഡക്റ്റ് 1 ആണ് അല്ലെ? 1 എന്ന് എഴുതാം. അപ്പൊ √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 minus 1 by 1. അപ്പൊ എത്ര കിട്ടും ആൻസർ? 1.414 minus 1. ഇച്ചിരി കൂടെ അടുത്ത് എഴുതാം. ഈക്വൽസ് √2 minus 1 by 1 equals 1.414 minus 1 by 1. അപ്പൊ ഇവിടെ 1.00 ഉണ്ട്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 0.414. കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് ആകുമ്പോൾ 0.41 എന്ന് കിട്ടും. ഈക്വൽ 0.41. ഇതാണ് ഫസ്റ്റ് പാർട്ടിലെ രണ്ടാമത്തെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഷോൺ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. ഇക്വിലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. അപ്പം സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. അപ്പം പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. അതുകൊണ്ട് ഇത് ഞാൻ എക്സ് എന്ന് ഇവിടെ എക്സ് എന്ന് കൊടുത്താൽ മൊത്തത്തില്
2x ആയിരിക്കും അല്ലേ? x plus x 2x. All sides are 2x. നമുക്ക് എന്താണ് 2x, അതായത് x കണ്ടുപിടിച്ചിട്ട് 2x കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ദ സൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനൂസ് എന്നാൽ 2x ആണ്. 2x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് x സ്ക്വയർ പ്ലസ് a എത്ര 4 സ്ക്വയർ. 2x ഹോൾ സ്ക്വയർ വരുമ്പോൾ 2ന്റെ സ്ക്വയർ 4, xന്റെ x സ്ക്വയർ ഈക്വൽസ് x സ്ക്വയർ പ്ലസ് 16 എന്ന്. ഈ x സ്ക്വയറിനെ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് x സ്ക്വയർ എന്ന് വരും. 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് വരും. 4x സ്ക്വയറിന് x സ്ക്വയർ പോയാൽ 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. Therefore x square is equal to 16/3 എന്ന് കിട്ടും. x is equal to root of 16/3 equals root 16/√3 equals 4/√3. ഇനി √3 ഉണ്ട്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽസ് 4 into √3, 4√3/3 equal 4 into 1.732/3. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 4 2s നമുക്ക് 1.732/4 8 2 9 6 6.928 എന്ന് കിട്ടും. 6.928/3. 6.928നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 326.9 പിന്നെ 0 2 2യുടെ പോകത്തില്ല, 0 കൊടുക്കുക 8 28 9 3s 27 റിമൈൻഡർ 1. അപ്പൊ നമുക്ക് 2.309 എന്ന് കിട്ടും. ഈക്വൽസ് 2.309 എന്ന് കിട്ടും. അപ്പം x സൈഡ് നമുക്ക് 2x ആണ് സൈഡ്. സൈഡ് ലെങ്ത് ഈക്വൽസ് 2x equals 2 into 2.309. അപ്പോൾ എത്ര കിട്ടും? 2 into equals 2x equals 2 into 2.309 equals multiply by 9 2s 18 8 1 6 2 2s 4.618 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്.